ഇന്നലെ വീണ്ടും ഞാൻ ഈ ഒരു ദോശമാവിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് കമൻറ്റുകൾ വന്നു. അപ്പോൾ ആ കമൻറ്റ് വന്ന എല്ലാ ട്രിക്കുകളും ഞാൻ പരീക്ഷിച്ചതാണ്ടോ. ഇന്നത്തെ മാവ് ഞാൻ ഇവിടെ ഉമ്മാനെ കൊണ്ട് അരച്ച് കൂട്ടി വെപ്പിച്ചതാണ്ടോ. അപ്പോൾ രാത്രി ചെന്ന് തുറന്നു നോക്കിയപ്പോഴത്തെ അവസ്ഥ ഇതാണ്. ചെറുതായിട്ടൊന്ന് പൊന്തി വന്നിട്ടുണ്ട്. പിന്നെ ഏകദേശം ഒരു 5:30 ആ ഒരു ടൈമിൽ ഞാൻ ഇതൊന്ന് തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നു മാവ് എന്തായി നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കണ്ട കാഴ്ച ഇതാണ് കേട്ടോ. ഇത്രയും അടിപൊളിയായിട്ട് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ എന്തോ സന്തോഷമാണ്. കാരണം ആദ്യമായിട്ടാണ് ഇതുപോലെ ഇവിടെ പൊന്തി വരുന്നത്. സ്റ്റീലിൻ്റെ പാത്രത്തിലാണ് നമ്മൾ സ്ഥിരമായിട്ട് അരച്ച് കൂട്ടി വെക്കുന്ന ഒരു പാത്രത്തിലാണ്. അതുകൊണ്ടാണ് മാവ് സെറ്റായത് എന്ന് എനിക്കൊരു തോന്നലുണ്ട്. കാരണം ഇത്രയും അടിപൊളിയായിട്ട് വന്ന ഈ ഒരു മാവിന് ഉഴുന്നും അരിയും വെള്ളവും കാര്യങ്ങളും എല്ലാം ഞാൻ തന്നെയാണ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഉലുവ ഇടാതെയാണ് കേട്ടോ ഈ ഒരു അപ്പം. അപ്പോൾ ഇത്രയും അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. രാവിലെ അനുമോൻക്കുള്ള അപ്പമൊക്കെ ചുട്ടു അവനെ മദ്രസയിൽ പറഞ്ഞയച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലൊരു മഴ കേട്ടോ. അത്യാവശ്യം കാറ്റും മഴയും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം സിറ്റ് ഔട്ടിൽ വന്ന് അതൊക്കെ ആസ്വദിച്ചിരുന്നു. വീണ്ടും ഞാൻ തറവാട്ടിലേക്കുള്ള മാവ് കൊടുത്തു. 2 കൂട്ടർക്കും കൂടിയുള്ള മാവ് ഒരുമിച്ച് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തറവാട്ടിൽ കൊടുത്തിട്ട് ബാക്കി എനിക്കുള്ളത് എടുത്തതായിരുന്നു. അത് വീണ്ടും ഇങ്ങനെ ഒന്നുകൂടി നിറച്ചിങ്ങനെ പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ദോശമാവ് കണ്ടപ്പോൾ മനസ്സിലായില്ലേ, ഞാനിടുന്ന അരിയുടെ ഉഴുന്നിൻ്റെ ഒന്നും പ്രശ്നമല്ല, എൻ്റെ കയ്യിൻ്റെ പ്രശ്നമാണ് കേട്ടോ. ഞാൻ വെള്ളത്തിലിട്ട് വെച്ചത് അരച്ച് തന്നു, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ അരക്കുന്നതിനും കുറച്ച് വൈകിട്ടാണ് അരച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അനുമോ മദ്രസ വിട്ട് വരാനായപ്പോഴത്തേക്കും കുട്ടി കുട്ടി ദോശകൾ ഇതുപോലെ പൂ പോലെ ചുട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓൻ്റെ ഫുഡ് കഴിക്കലും ഓൻ്റെ റെഡിയാവലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഓനെ സ്കൂളിലേക്ക് ആക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. എന്താ സന്തോഷം, എന്താണ് എത്ര സന്തോഷം? പെൺകുട്ടികളെ ലൈനാക്കാച്ചിട്ടാ. ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ബസ് വന്ന് ഓനെയും കയറ്റി വിട്ട് നേരെ തിരിച്ച് വീട്ടിൽ തന്നെ പോന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഏകദേശം ഒരു ഉച്ചയായപ്പോഴത്തേക്കും നിഷാക്ക് നേർച്ച ചോറ് കൊടുത്തിട്ടുണ്ടായിട്ടോ. അപ്പം നമ്മൾ തെയ്യോട്ട് ചോറ് നേർച്ചയായിരുന്നു, അതിൻ്റെ ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കട്ടൻ ചായയൊക്കെ വെച്ച് അങ്ങനെ കുടിച്ചു തിന്നു. തേങ്ങാച്ചോറും ബീഫും മട്ടനോ ചിക്കൻ എല്ലാം കൂടി ഇട്ടിട്ടായിരുന്നു. പിന്നെ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും അനുമോനെ സ്കൂളിൽ നിന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഷാക്കിയും കൂടി ഞങ്ങൾ യൂണിഫോം കിട്ടിയിട്ടുണ്ടായിരുന്നു. ബുക്കും യൂണിഫോമൊക്കെ സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാഗും എനിക്ക് വാങ്ങിയിട്ടില്ല, അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുട്ടികൾ ബസ്സിൽ നിന്ന് ടാറ്റയെ കാട്ടി പോകുന്നുണ്ട് കേട്ടോ. യൂണിഫോം കിട്ടിയതല്ല, അത് നേരെ തയ്ക്കാൻ വേണ്ടി കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും സൈദപ്പാൻ്റെ ഫോൺ ഇവിടെ കുടപ്പുറത്ത് നേരാക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വാങ്ങി അങ്ങനെ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ ബാഗ് വാങ്ങാൻ വേണ്ടി നിഷ്ലയിൽ കയറിട്ടോ. അപ്പോൾ അവിടെ കയറിയപ്പോൾ കണ്ടതാണ് ഈ ഒരു ക്യൂട്ട് ബാഗ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി ഈ ഒരു ഹാൻഡ് ബാഗ്. പിന്നെ ഈ ഒരു സംഭവം ഒരുപാട് ഞാനിങ്ങനെ തിരിപ്പിടിച്ച് നോക്കി, പക്ഷേ സെറ്റായില്ല കേട്ടോ. ബാറ്ററി ഇടാത്തതുകൊണ്ടാണെന്നുള്ള സത്യം മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി കുടയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അനുമോനെയും കൊണ്ട് നേരെ ഞങ്ങൾ മജ്ലിസിലാണ് കയറിയിട്ടുണ്ടായിരുന്നു. അനുമോ നല്ല കലിപ്പിലുണ്ടാവും. ഷാഖാൻ്റെ ഫ്രണ്ട്സ് പോയി ഓനെങ്ങനെ ഓരോന്ന് പറഞ്ഞ് സെറ്റാക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഓരോ കോഫിയും സമൂസയും കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അത്രയേ ഉള്ളൂ.